നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഫെബ്രുവരി 23 തിങ്കളാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ഭാഗ്യം ഒപ്പമുള്ള ദിവസമാണിത്. പുതിയ കാര്യങ്ങൾ തുടങ്ങാനും ലഭിക്കുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താനും ഇത് മികച്ച സമയമാണ്. അപ്രതീക്ഷിതമായ ലോട്ടറി ഭാഗ്യം പോലും തേടിയെത്താൻ സാധ്യതയുണ്ട്. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. സൗഹൃദങ്ങളുടെ കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. ചില കൂട്ടുകെട്ടുകൾ വഴി ധനനഷ്ടത്തിനും മാനഹാനിക്കും സാധ്യത കാണുന്നു. അലച്ചിലും തൊഴിൽ ക്ലേശങ്ങളും മാനസിക ബുദ്ധിമുട്ടുകളും അലട്ടിയേക്കാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള ദിവസമാണിത്. മറ്റുള്ളവരാൽ ആദരിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും അവസരം ലഭിക്കും. നല്ല ഭക്ഷണസുഖം, ധനനേട്ടം, സമ്മാനങ്ങൾ എന്നിവ പ്രതീക്ഷിക്കാം. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും നിറഞ്ഞു നിൽക്കും. ബന്ധുക്കളിൽ നിന്ന് മികച്ച അനുഭവങ്ങൾ ഉണ്ടാകും. പുതിയ ആഭരണങ്ങളോ അലങ്കാര വസ്തുക്കളോ കൈവരും. തൊഴിൽ വിജയം, ദാമ്പത്യ ഐക്യം, ധനനേട്ടം എന്നിവയും ഈ ദിവസത്തിന്റെ സവിശേഷതകളാണ്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വം പാലിക്കേണ്ട ദിവസമാണിത്. അനാവശ്യമായ ചെലവുകൾ നിയന്ത്രിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. വ്യക്തിബന്ധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമാകും. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. തൊഴിൽ രംഗത്ത് ചില വെല്ലുവിളികളും എതിരാളികളിൽ നിന്നുള്ള തടസ്സങ്ങളും നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ പ്രതിസന്ധികളെയും ധൈര്യത്തോടെ തരണം ചെയ്യാൻ സാധിക്കും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ചിരുന്ന വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ അവസരങ്ങൾ തെളിയും. സാമ്പത്തിക ഉന്നതിയും പുതിയ വരുമാന സ്രോതസ്സുകളും പ്രതീക്ഷിക്കാവുന്ന ശുഭദിനമാണിത്. പരിശ്രമങ്ങൾക്ക് ഉചിതമായ ഫലം ലഭിക്കും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. സാമ്പത്തിക രംഗത്ത് പുത്തൻ ഉണർവ് അനുഭവപ്പെടും. പുതിയ വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ തെളിയും. സമൂഹത്തിൽ യശസ് വർദ്ധിക്കാനും തൊഴിൽ മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സഹോദരങ്ങൾ തമ്മിലുള്ള വാക്കേറ്റങ്ങൾ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാൻ ഇടയുള്ളതിനാൽ സംയമനം പാലിക്കുന്നത് നന്നായിരിക്കും. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സാമ്പത്തിക ഇടപാടുകളിൽ അതീവ ജാഗ്രത പുലർത്തണം. മറ്റൊരാൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നതോ പണം കടം കൊടുക്കുന്നതോ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. സന്താനങ്ങളെ സംബന്ധിച്ച് ചില ക്ലേശങ്ങളോ നഷ്ടങ്ങളോ ഉണ്ടാകാൻ സാധ്യത കാണുന്നു. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പുരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകാൻ അനുകൂലമായ സമയമാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുകയും ദമ്പതികൾക്കിടയിൽ ഐക്യം വർദ്ധിക്കുകയും ചെയ്യും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വാക്കുപാലിക്കാൻ കഴിയാതെ വരുന്നത് ജീവിതത്തിൽ ചില നഷ്ടങ്ങൾക്ക് കാരണമായേക്കാം. അലസത ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. ദമ്പതികൾക്കിടയിൽ ചെറിയ അകൽച്ചയോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.